ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ മാർച്ച് 5-ന് ഇന്ത്യയും ഇംഗ്ലണ്ടും ഏറ്റുമുട്ടുമ്പോൾ ക്രിക്കറ്റ് മത്സരത്തിന്റെ എല്ലാ ആവേശവും ആശ്ചര്യവും അനിശ്ചിതത്വവും നിറഞ്ഞു നിൽക്കുന്ന ഒരു മത്സരം തന്നെയായിരിക്കുമെന്നതിൽ തർക്കമില്ല. ഹായ്, നമസ്കാരം. വോയിസ് ഓഫ് മുജീബിലേക്ക് അവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. മാർച്ച് 5-ന് മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ ഒരു തീപ്പാറും പോരാട്ടത്തിന് സാക്ഷികളാകാൻ പോകുന്നു ക്രിക്കറ്റ് പ്രേമികൾ. ഇംഗ്ലണ്ടും ഇന്ത്യയുമാണ് സെമി ഫൈനൽ മത്സരത്തിൽ ഏറ്റുമുട്ടുന്നത്. ഇരു ടീമുകളുടെയും മുൻകാല കണക്കുകൾ എടുത്തു നോക്കുമ്പോൾ T20 വേൾഡ് കപ്പിൽ തന്നെ ഇത് 3-ാം തവണയാണ് ഇന്ത്യയും ഇംഗ്ലണ്ടും സെമിയിൽ നേർക്കുനേർ ഏറ്റുമുട്ടുന്നത്. 2022-ൽ ഇംഗ്ലണ്ടും ഇന്ത്യയും ഏറ്റുമുട്ടിയപ്പോൾ ഇംഗ്ലണ്ട് ഇന്ത്യയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഫൈനലിലേക്ക് മുന്നേറുകയും ഇംഗ്ലണ്ട് ഫൈനലിൽ ചാമ്പ്യന്മാരാകുകയും ചെയ്ത ചരിത്രമാണ് നമുക്ക് മുന്നിലുള്ളത്. 2024-ൽ വീണ്ടും ഇന്ത്യയും ഇംഗ്ലണ്ടും സെമി ഫൈനലിൽ നേർക്കുനേർ വരുന്നു. അന്ന് രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയിൽ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് പഴയ കണക്കും തീർത്തുകൊണ്ട് ഇന്ത്യ ഫൈനലിലേക്ക് മുന്നേറുന്നു. ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ ചാമ്പ്യന്മാരാകുന്നു. 2026-ലെത്തി നിൽക്കുമ്പോൾ ഇതാ വീണ്ടും ഇംഗ്ലണ്ടും ഇന്ത്യയും ഏറ്റുമുട്ടുന്നു. ഇവിടെ മറ്റൊരു കണക്ക് കൂടിയുണ്ട്. ഇതുവരെ T20 വേൾഡ് കപ്പിൽ ഈ 2 തവണ ചാമ്പ്യന്മാരായ ടീമുകൾ വെസ്റ്റ് ഇൻഡീസ്, ഇംഗ്ലണ്ട്, ഇന്ത്യ. അതിൽ വെസ്റ്റ് ഇൻഡീസ് പുറത്തായി കഴിഞ്ഞു. ഇനി ഇന്ത്യയും ഇംഗ്ലണ്ടുമാണ്. ഈ സെമി ഫൈനൽ മത്സരത്തോടെ അതിൽ ഒരു ടീം നിർബന്ധമായും പുറത്തേക്ക് പോകുമ്പോൾ 3-ാം തവണ കപ്പ് നേടാനുള്ള സാധ്യത പിന്നെ നിലനിൽക്കുന്നത് ഒരേ ഒരു ടീമിന് മാത്രമായിരിക്കും. ആ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ടീം ആരായിരിക്കുമെന്നറിയാൻ മാർച്ച് 5 വരെ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. വേൾഡ് കപ്പിലെ ഇന്ത്യയുടെയും ഇംഗ്ലണ്ടിൻ്റെയും പ്രകടനങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഇരു ടീമുകളും ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഗ്രൂപ്പ് തല മത്സരത്തിൽ ഇംഗ്ലണ്ട് കളിച്ച 4 മത്സരങ്ങളിൽ 3 മാത്രമാണ് വിജയിച്ചത്. വെസ്റ്റ് ഇൻഡീസിനോട് പരാജയപ്പെട്ടിരുന്നു. വെസ്റ്റ് ഇൻഡീസിനോട് പരാജയപ്പെടുക മാത്രമല്ല, നേപ്പാളിനോട് കഷ്ടിച്ചാണ് ഇംഗ്ലണ്ട് ജയിച്ചു കയറിയത്. എന്നാൽ സൂപ്പർ 8-ലേക്ക് എത്തുമ്പോൾ ഇംഗ്ലണ്ട് കളിച്ച 3 മത്സരങ്ങളും വിജയിച്ചുകൊണ്ടാണ് സെമി ഉറപ്പാക്കിയത്. ഇംഗ്ലണ്ട് മുന്നോട്ട് പോകുന്നത് ഓൾറൗണ്ടർമാരെ ആശ്രയിച്ചുകൊണ്ടാണ്. അതിലേറ്റവും അപകടകാരിയായി മാറിയിട്ടുള്ളത് വിൽ ജാക്സ് ആണ്. ഈ വേൾഡ് കപ്പിൽ തന്നെ 4 മത്സരങ്ങളിലാണ് വിൽ ജാക്സ് പ്ലെയർ ഓഫ് ദ മാച്ചായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇതിനു മുമ്പ് ഷെയ്ൻ വാട്സൺ മാത്രമാണ് 4 തവണ മാൻ ഓഫ് ദി മാച്ചായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ആ ഒരു റെക്കോർഡിനൊപ്പം ഇംഗ്ലണ്ടിൻ്റെ വിൽ ജാക്സ് ഇത്തവണ എത്തിയിരിക്കുന്നു. പലപ്പോഴും ഇംഗ്ലണ്ടിൻ്റെ മുൻനിര തകർന്ന മത്സരങ്ങളിൽ, പരാജയത്തിലേക്ക് പോകുമായിരുന്ന മത്സരങ്ങൾ ഒറ്റയാൾ പോരാട്ടത്തിലൂടെ വിൽ ജാക്സ് ഇംഗ്ലണ്ടിൻ്റെ വിജയത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ജോസ് ബട്ട്ലർ ഫോമിലേക്ക് എത്തിയിട്ടില്ല എന്നത് ഇംഗ്ലണ്ടിനെ അലട്ടുന്നൊരു കാര്യമാണ്. എങ്കിൽ പോലും ഇന്ത്യൻ മൈതാനങ്ങൾ പരിചിതമായ കളിക്കാരനാണ് ജോസ് ബട്ട്ലർ. ഏത് നിമിഷവും തൻ്റേതായ ഫോമിലേക്ക് തിരിച്ചെത്താൻ സാധ്യതയുള്ള കളിക്കാരൻ, ഏറ്റവും അപകടകാരിയായ കളിക്കാരനാണ്. കരുതേണ്ടതുണ്ട് ജോസ് ബട്ട്ലറെ. ക്യാപ്റ്റൻ ഹാരി ബ്രൂക്കും പേടിക്കപ്പെടേണ്ട മറ്റൊരു താരമാണ്. ഈ വേൾഡ് കപ്പിൽ സെഞ്ചുറിയും നേടിയിരുന്നു. ഓപ്പണിങ്ങിൽ ഏറ്റവും അപകടകാരിയായി മാറാൻ സാധ്യതയുള്ളത് ഫിലിപ്പ് സാൾട്ടാണ്. ഫിലിപ്പ് സാൾട്ടിനെ പവർ പ്ലേയിൽ പിടിച്ചു നിർത്താനായിട്ടില്ലെങ്കിൽ ഇന്ത്യ അല്പം പാടുപെടേണ്ടി വരും. മറ്റു ഓൾറൗണ്ടർമാരാണ് റഹാൻ അഹമ്മദ്, സാം കരൻ. ഈ 2 കളിക്കാരും പല മത്സരങ്ങളും പരാജയത്തിൽ നിന്ന് ഇംഗ്ലണ്ടിനെ വിജയത്തിലേക്ക് കൊണ്ടുവന്നവരാണ്. ബൗളിങ്ങിൽ ജോഫ്രെ ആർച്ചർ, ലിയാം ദേവ്സൺ, ആദിൽ റഷീദ്. ഇവരുടെ അപകടകരമായ ബൗളുകളെ കരുതിയിരിക്കേണ്ടത് ഇന്ത്യൻ ബാറ്റർമാരുടെ ഉത്തരവാദിത്തമാണ്. ഇന്ത്യക്കെതിരെയുള്ള റെക്കോർഡുകൾ പലപ്പോഴും ഇംഗ്ലണ്ടിനെതിരാണെങ്കിൽ പോലും ഈ വേൾഡ് കപ്പിൽ ഇംഗ്ലണ്ട് പതിയെ താളം കണ്ടെത്തി നല്ലൊരു ഫോമിലേക്ക് എത്തി നിൽക്കുന്ന സന്ദർഭമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഒരു വെല്ലുവിളി തന്നെയാകും ഈ സെമി ഫൈനൽ മത്സരം. ഇന്ത്യയെ സംബന്ധിച്ച് ബാറ്റിങ്ങിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ 2 മത്സരങ്ങളും തരക്കേടില്ലാത്തൊരു പ്രകടനം തന്നെയാണ് ഇന്ത്യൻ ബാറ്റർമാർ കാഴ്ചവെച്ചത്. വെസ്റ്റ് ഇൻഡീസിനെതിരെ സഞ്ജു സാംസന്റെ ഒരു ഒറ്റയാൾ പോരാട്ടമാണ് വിജയത്തിലേക്ക് നയിച്ചതെങ്കിൽ പോലും മറുവശത്ത് എത്തിയവരെല്ലാം ടീമിനെ വിജയത്തിലേക്ക് നയിക്കാൻ പാകത്തിൽ പാർട്ട്ണർഷിപ്പ് നൽകിക്കൊണ്ടാണ് മടങ്ങിയിരുന്നത്. സിംബാബ്വെക്കെതിരെയും ഇന്ത്യൻ ബാറ്റിംഗ് ശക്തമായി തിരിച്ചു വരുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ബാറ്റിങ്ങിൽ ഇന്ത്യക്ക് കാര്യമായ ഭയപ്പാടുകളില്ല. അഭിഷേക് ആണെങ്കിലും, സഞ്ജു ആണെങ്കിലും, ഇഷാൻ കിഷൻ ആണെങ്കിലും, തിലക് വർമ്മയാണെങ്കിലും, ക്യാപ്റ്റൻ സൂര്യ ആണെങ്കിലും, ഹാർദിക് പാണ്ഡ്യ ആണെങ്കിലും, ശിവം ദുബെയുടെ കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. മിക്ക മത്സരങ്ങളിലും അവസാന നിമിഷത്തിൽ വന്ന് ടീമിനെ വിജയത്തിലേക്ക് നയിക്കാൻ പ്രാപ്തമായ ഇന്നിങ്സുകൾ കളിക്കുന്ന ഒരു കാഴ്ച ശിവം ദുബെയിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വെസ്റ്റ് ഇൻഡീസിനെതിരെ കഴിഞ്ഞ മത്സരത്തിൽ നേരിട്ട 3 പന്തിൽ 2 ബൗണ്ടറികൾ നേടിയിരുന്നു. ആ 2 ബൗണ്ടറികളും വിജയത്തിലേക്ക് നിർണായകം തന്നെയായിരുന്നു. അത് നമ്മൾ മറന്നുകൂടാ. ഫിനിഷിങ്ങിൽ ശിവം ദുബെ കൃത്യമായി തൻ്റെ കർത്തവ്യം നിർവഹിക്കുന്നുണ്ട്. ഇന്ത്യയുടെ ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ലീഡർ അത് ബുംറ തന്നെയായിരിക്കും. ബുംറയുടെ ഡെത്ത് ഓവറുകളിൽ തന്നെയാണ് ഇന്ത്യയുടെ പ്രതീക്ഷ. എങ്കിൽ പോലും കഴിഞ്ഞ കാലത്തൊരു പ്രകടനത്തേക്കാൾ അപേക്ഷിച്ച് ബുംറ അല്പം പിറകോട്ടാണ്. വെസ്റ്റ് ഇൻഡീസിനെതിരെ കഴിഞ്ഞ 2 ഡെത്ത് ഓവറുകളിൽ വഴങ്ങിയത് 25 റൺസായിരുന്നു. എങ്കിൽ പോലും മധ്യ ഓവറിൽ ബുംറ തുടരെ വെസ്റ്റ് ഇൻഡീസിന്റെ 2 വിക്കറ്റുകൾ നേടിയിരുന്നു.
ആ ഒരു 2 വിക്കറ്റ് നേട്ടം തന്നെയാണ് 200 മുകളിലേക്ക് വെസ്റ്റ് ഇൻഡീസിൻ്റെ സ്കോർ പോകാതെ സംരക്ഷിക്കാൻ ഇന്ത്യൻ ബൗളിങ്ങിന് കഴിഞ്ഞത് എന്നുകൂടി ചേർത്ത് പറയേണ്ടതുണ്ട്. മറ്റൊരു ബൗളറായിട്ടുള്ളത് ഹർഷദീപ് സിംഗ് ആണ്. ഹർഷദീപ് സിംഗിൻ്റെ കാര്യത്തിൽ നമുക്കൊരു ഗ്യാരണ്ടി പറയാൻ പറ്റാത്തൊരു ബൗളറായി മാറിയിരിക്കുന്നു. എങ്കിൽ പോലും വെസ്റ്റ് ഇൻഡീസിനെതിരെ ഡെത്ത് ഓവറിൽ വെറും 6 റൺസ് മാത്രമാണ് വഴങ്ങിയത്. പക്ഷേ 16-ാം ഓവറിൽ വഴങ്ങിയത് 24 റൺസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഏത് സമയത്ത് അടി വാങ്ങും എന്നതിൽ ഒരു നിശ്ചയവുമില്ല. എങ്കിൽ പോലും മികച്ച പ്രകടനങ്ങൾ ഈ വേൾഡ് കപ്പിൽ തന്നെ കാഴ്ചവെച്ച നല്ലൊരു ബൗളർ തന്നെയാണ് ഹർഷദീപ് സിംഗ് എന്നതിൽ സംശയമില്ല. വരുൺ ചക്രവർത്തി വേൾഡ് കപ്പിൻ്റെ തുടക്കത്തിൽ കാണിച്ച ഒരു കൃത്യത അയാൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ. കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം യഥേഷ്ടം റൺസ് വഴങ്ങുന്ന വരുൺ ചക്രവർത്തിയാണ് നമ്മൾ കണ്ടത്. വരുൺ ചക്രവർത്തി തൻ്റെ പഴയ ഫോമിലേക്ക് തിരിച്ചെത്തൽ അനിവാര്യമായ മത്സരമാണ് ഇംഗ്ലണ്ടുമായിട്ടുള്ള സെമി ഫൈനൽ മത്സരം. വരുൺ ചക്രവർത്തി റൺസ് വിട്ടുകൊടുക്കാൻ പിശുക്ക് കാണിക്കുകയും വിക്കറ്റ് നേട്ടം കൈവരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ മധ്യ ഓവറുകളിൽ ഇംഗ്ലണ്ടിന് റൺസ് കണ്ടെത്താൻ വിഷമിക്കേണ്ടി വരും. പക്ഷേ കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം ഇന്ത്യക്ക് പ്രതികൂലമായി വന്നിട്ടുള്ളത് മധ്യ ഓവറുകൾ തന്നെയാണ്. മധ്യ ഓവറുകളിൽ യഥേഷ്ടം റൺസ് വഴങ്ങുന്ന ഇന്ത്യൻ ബൗളിങ്ങിനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതിനൊരു മാറ്റം വരുത്തേണ്ടത് മുന്നിൽ നിന്ന് വരുൺ ചക്രവർത്തി തന്നെയാണ്. വരുൺ ചക്രവർത്തിക്ക് തൻ്റെ ഫോമിലേക്ക് തിരിച്ചെത്താൻ കഴിയണമെന്ന് മാത്രം. അക്സർ പട്ടേലും ഹർദിക് പാണ്ഡ്യയുമാണ് പിന്നെ ബൗളിംഗ് കൈകാര്യം ചെയ്യാനുള്ളത്. അക്സർ പട്ടേലിന്റെ കാര്യത്തിൽ വളരെ കൃത്യതയോടെ തന്നെയാണ് ഇപ്പോഴും പന്തെറിഞ്ഞു പോകുന്നത്. ഹർദിക് പാണ്ഡ്യ ശരിയായ ഒരു ഫോമിലല്ല ബൗളിങ്ങിൽ ഇപ്പോഴുള്ളത്. എങ്കിൽ പോലും നിർണായക സമയത്ത് വിക്കറ്റുകൾ നേടിയെടുക്കുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരി റൺസ് വിട്ടുകൊടുക്കുന്നുമുണ്ട്. ആ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഇതിനേക്കാളൊക്കെ ഉപരി ഏറ്റവും ശ്രദ്ധ പുലർത്തേണ്ട ഫീൽഡിങ്ങിൽ തന്നെയാണ്. കഴിഞ്ഞ വെസ്റ്റ് ഇൻഡീസിനെതിരായ മത്സരത്തിൽ മാത്രം 3 ക്യാച്ചുകളും ഒരു റണ്ണൌട്ട് ചാൻസുമാണ് ഇന്ത്യ നഷ്ടപ്പെടുത്തിയത്. അതും നിർണായക ഘട്ടത്തിലായിരുന്നു ആ ക്യാച്ച് ഡ്രോപ്പുകൾ. ക്യാച്ച് നഷ്ടപ്പെടുത്തുന്നതിൻ്റെയും ക്യാച്ച് എടുക്കുന്നതിൻ്റെയും വില നമുക്ക് വ്യക്തമായിട്ടറിയാം. കഴിഞ്ഞ T20 വേൾഡ് കപ്പിൽ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ ബൗണ്ടറി ലൈനിൽ സൂര്യകുമാർ യാദവ് എടുത്ത ഒരു അത്ഭുത ക്യാച്ചായിരുന്നു നഷ്ടപ്പെട്ടു എന്ന് കരുതിയ കിരീടം ഇന്ത്യക്ക് സമ്മാനിച്ചത്. അതുകൊണ്ട് തന്നെ ക്യാച്ചിന് പ്രാധാന്യമുണ്ട് എന്ന് ഇന്ത്യൻ ടീമിനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഫീൽഡിൽ അത് കാണിക്കേണ്ടിയിരിക്കുന്നു. ഈ വേൾഡ് കപ്പിൽ മാത്രം 12-13 അവസരങ്ങളാണ് ഇന്ത്യൻ ഫീൽഡേഴ്സ് വിട്ടുകളഞ്ഞത്. അതുകൊണ്ട് തന്നെ സെമി ഫൈനലിൽ അത്തരം ഒരു അബദ്ധം ആവർത്തിക്കാൻ പാടില്ല. ഫീൽഡിങ്ങിൽ ശ്രദ്ധ പുലർത്തേണ്ടിയിരിക്കുന്നു. നിർണായക ക്യാച്ചുകൾ അനിവാര്യമാണ്. അത് കളിക്കാർ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ മാർച്ച് 5-ന് ഇന്ത്യയും ഇംഗ്ലണ്ടും ഏറ്റുമുട്ടുമ്പോൾ ക്രിക്കറ്റ് മത്സരത്തിൻ്റെ എല്ലാ ആവേശവും ആശ്ചര്യവും അനിശ്ചിതത്വവും നിറഞ്ഞു നിൽക്കുന്ന ഒരു മത്സരം തന്നെയായിരിക്കുമെന്നതിൽ തർക്കമില്ല. പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും എത്തും. നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. കൂടെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. തൽക്കാലം വിട. ഗുഡ് ബൈ.